ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു സിമ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ പുഡിങ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുന്നുണ്ട്. ആ പാത്രത്തിൽ ഇതാ ഒരു പാക്കറ്റ് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ അതിലേക്ക് നമ്മൾ കസ്റ്റാർഡ് പൗഡറാണ് എടുക്കുന്നത്. കസ്റ്റാർഡ് പൗഡർ 2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യം ഒന്ന് വെള്ളത്തിൽ കലക്കി എടുക്കണം. നമുക്ക് കട്ടയൊന്നുമില്ലാതെ നമുക്ക് നല്ലോണം കലക്കി എടുത്തിട്ട് ആ മിക്സ് നമുക്ക് ഈ പാലിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിതാ ആ ഒരു മിക്സ് പാലിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണേ. പിന്നെ നമ്മളിതാ പാല് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നമ്മൾ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കൈവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒന്ന് ചൂടായതിനു ശേഷം നമ്മളൊന്ന് തീ കുറച്ചിട്ടാണ് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് വേഗം അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ ഇതാ നമ്മൾ ഒരു മാംഗോ എടുത്തിട്ട് അതിൻ്റെ ഒന്ന് ജ്യൂസാക്കി, വെള്ളമൊന്നും ഒഴിക്കാതെ ഒരു കട്ടിക്ക് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. അതും ആ മിക്സും ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്. പക്ഷേ അതിപ്പോൾ ചേർത്ത് കൊടുക്കണ്ട. ഇപ്പോൾ നമ്മളിതാ കണ്ടൻസ് മിൽക്കാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് എത്രത്തോളം മധുരത്തിൻ്റെ ആവശ്യം വേണം അത്രത്തോളം നമുക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പാലിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പത്തു നിന്നൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ മാംഗോൻ്റെ പൾപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ പുഡിങ് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അതിലേക്ക് ബ്രെഡാണ് വെച്ച് കൊടുക്കുന്നത്. ബ്രെഡിൻ്റെ അരികൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷമാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. അത് ചെറിയ പീസുകളാക്കിയിട്ടും വെച്ച് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡ് മിക്സ് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ബ്രെഡിൻ്റെ മുകളിൽ എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ഇനി ഈ ഭാഗം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമ്മളിതാ ഒരു സെറ്റ് ബ്രെഡും കൂടെ നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഇതേപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ മിക്സൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതാ ഒരു മാംഗോ എടുത്തിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതൊന്ന് ചുരണ്ടി എടുത്തിട്ട് ആ കഷ്ണങ്ങൾ ഇതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഓപ്ഷണലാട്ടോ, അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ നമ്മളെ കയ്യിൽ ഏത് തരം നട്ട്സാണ് ഉള്ളതെങ്കിൽ അതൊക്കെ ഒന്ന് പൊടിച്ചിട്ടോ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടോ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പ്, അതേപോലെ ബദാം, പിസ്ത, ഇത് 3ഉം കൂടെ പൊടിച്ചെടുത്തിട്ട് അതാണ് ഇതിൻ്റെ മുകളിൽ സൈഡിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിലില്ലാന്ന് കരുതിയിട്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. ഉള്ളത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.